ഹായ് നമസ്കാരം. എല്ലാവർക്കും മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു സെയിൽസ് ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിങ്സ് അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് സെല്ലിങ്ങിലാണ് മാർക്കറ്റിൻ്റെ പല ഇൻഡൈസസും. അപ്പോൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് മുന്നേ ഒരു 2 വീക്സായിട്ട് മാർക്കറ്റ് ഈച്ച് ആൻഡ് എവ്രി ഡേ ഓൾ ടൈം ഹൈ അടിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താണോ ക്ലോസ് ചെയ്തത് അതിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഗ്രീൻ ക്യാൻഡിലുകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിനകത്ത് ആ ടാരിഫിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ ചൈനയായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരു കാര്യമില്ലാണ്ട് ഫുൾ ഗ്രീനിൽ മാത്രമായിട്ടുള്ള കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. സോ അതിങ്ങനെ കയറി പോകുമ്പോൾ എക്സ്ട്രീംലി ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ദിവസം ഇത് സെല്ലിങ്ങിൽ തന്നെ വരും എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. സോ അവിടെ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റയും ബാക്കി കുറച്ച് ഡേറ്റാസും മാർക്കറ്റ് പുറത്ത് വിടാത്തത് കാരണം അത് വളരെ വേസ്റ്റ് ആയിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ എക്കണോമിക് ഡേറ്റയെ വലിയ കാര്യമായിട്ട് ബാധിക്കും. നമ്മുടെ ഫെഡ് റേറ്റ് കട്ടിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള ഡിസംബർ മന്തിൽ ഫെഡ് റേറ്റ് കട്ടാകാൻ സാധ്യതയില്ല എന്നുള്ളൊരു സംഭവം പ്രതീക്ഷിച്ചിട്ട് മാർക്കറ്റിൽ ഒരു ചെറിയൊരു പാനിക് ഓർ അൺസർട്ടനിറ്റി അവിടെ വന്നു. അത് അത്ര നല്ലൊരു പരിപാടിയല്ല. അത് കാരണം അവിടെ ഒരു സെല്ലിംഗ് വരികയും മാർക്കറ്റ് താഴേക്ക് വരികയും ചെയ്തു. അത് നമ്മളെ ഭീകരമായി കൺസേൺ ചെയ്യുന്ന ഒരു ഫാക്ടറല്ല, പക്ഷെ നമ്മുടെ ഗ്ലോബൽ ഡേറ്റ അതോടെ നെഗറ്റീവിലേക്ക് പോയി എന്നുള്ളതാണ്. സോ മാർക്കറ്റ് ഗ്ലോബൽ ഡേറ്റ നെഗറ്റീവിൽ പോകുന്നത് നമ്മുടെ മാർക്കറ്റിനെയും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവിൽ പോയപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്തില്ല, കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തതേ ഇല്ല. അവരൊറ്റയ്ക്ക് കയറി പോകുമായിരുന്നു. നമ്മൾ പിന്നീടാണ് ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. സോ നമ്മളിപ്പോൾ ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ ആൾ ടൈം ഹൈ ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. സോ നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് തന്നെ കടക്കാം. ഓക്കെ, ഇന്നലെ നമ്മുടെ ലൈവിനുള്ളിലാണെങ്കിലും നമ്മുടെ രാവിലത്തെ സെഷൻ്റെ ഉള്ളിലാണെങ്കിലും ഈ ഒരു ഹൈ മൊമെൻറ്റത്തിനെ കുറിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തതിൽ നിന്ന് ഒന്ന് സെല്ലിങ് വന്നു, താഴോട്ട് വന്നതിന് ശേഷം നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള 25,920 ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ്. ഓക്കെ, 25,920 ഹിറ്റ് ചെയ്തതിന് ശേഷം വളരെ സ്ലോ ആൻഡ് സ്റ്റഡിലി അത് കയറി പോകുന്നുണ്ടായിരുന്നു. സോ ഇത് അതിനിടയ്ക്ക് ഞാൻ വരച്ചിരുന്ന ഒരു സിറ്റുവേഷനാണ്. മാർക്കറ്റ് 25,600 മേളിൽ കയറിയാൽ നമുക്ക് 26,000 to 2040 വരെ അത് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 40 വരെ പോയില്ല, 26,020 വരെ അത് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സ്ലോ ആൻഡ് സ്റ്റഡിലി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് സ്ഥിരം ഞാൻ പറയാറുള്ളതാണ്, 3 മണി എന്നുള്ള ഒരു സമയം എത്തുമ്പോൾ 3 മണിക്കും 3:15 റേഞ്ചിൽ ഒരു വലിയൊരു വോളറ്റൈലിറ്റി അവിടെ ഹിറ്റ് ചെയ്യാറുണ്ട്. ആ വോളറ്റൈലിറ്റിയാണ് ഇത് ഈ കാണുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇത് വളരെ ഭീകരമായിട്ടുള്ളൊരു ക്യാൻഡിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ ഒരു റീസൺ ഇല്ല. ഇലക്ഷൻ റിസൾട്ട് ആയിരുന്നു അവിടെ, എന്നാൽ ഇവിടെ അത്രയും വലിയൊരു റിസൾട്ട് ഇല്ല. പക്ഷെ ആ ഒരു ഓർഡർ അവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ വെറുതെ മാർക്കറ്റിനെ ഒന്ന് സെല്ല് ചെയ്ത് ഇറക്കിയിട്ട് തിരിച്ച് അതുപോലെ മാർക്കറ്റ് അടുത്ത 3 മണിയുടെ ക്യാൻഡിൽ തിരിച്ച് കയറിപ്പോയി പോസിറ്റീവിൽ നിർത്തിയതാണ്. 26,000 മേളിൽ കംഫർട്ടബിളി നമ്മുടെ മാർക്കറ്റിനെ കൊണ്ടുവന്ന് നിർത്തി. പക്ഷേ ഇന്ന് ഗ്ലോബൽ ഡേറ്റയും നമ്മുടെ മാർക്കറ്റ് അത് കാരണം ഒരു സ്ലൈറ്റ് നെഗറ്റീവിലാണ്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ 26,000 താഴെയാണ്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ 25,980 റേഞ്ചിലോ ഇല്ലെങ്കിൽ 25,960 റേഞ്ചിലോ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. സോ വീണ്ടും ബാക്ക് ടു നോർമൽ ഇതേ ഏരിയയിൽ തിരിച്ച് വീണ്ടും ഞാനപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇത് ബാച്ച് 12 സ്റ്റുഡൻസിന് ഇന്നലെ ലൈവിൽ പറഞ്ഞു കൊടുത്തതാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെ വേറൊരു എക്സ്റ്റൻഡഡ് വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞൊരു 10 പോയിൻ്റ് SL ഹിറ്റ് ചെയ്തു. എന്നാൽ അടുത്ത് ബാച്ച് 12 സ്റ്റുഡൻസിന് ഇതിൻ്റെ
അത് തിരിച്ച് ബോട്ടം ഔട്ട് ചെയ്ത് തിരിച്ച് ബൗൺസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു റീ എൻട്രിയുടെ ഒരു ട്രേഡ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 35-40 പോയിന്റ് അത് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യാണ്, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ഇത് തന്നെയായിരുന്നു, ഈ ഒരു ട്രെൻഡ് ഞാനിത് മായ്ക്കാം. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറയാൻ പറ്റും. സോ ട്രെൻഡ് ഇത് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഈ ഒരു ഏരിയയ്ക്ക് അടുത്തായിരിക്കാം, ഈ ഒരു ഏരിയയുടെ അടുത്തായിരിക്കാം ഓപ്പൺ ചെയ്യുക. സോ ഏറ്റവും കൺസേണിങ് ആയിട്ടുള്ള ഫാക്ടർ വെദർ ഇറ്റ് വിൽ ബി ട്രേഡിങ് അബൌട്ട് 25,960 ഓർ ഈ ബോക്സിന് ഉള്ളിലേക്ക് കയറി കംഫർട്ടബിളി മേളിലേക്കുള്ള ഒരു ട്രെൻഡിന് സാധ്യത ക്രിയേറ്റ് ചെയ്യുമോ, ഓറൽസ് അത് സെൽ ഓഫ് നടന്നിട്ട് ഈ 25,920 എന്നുള്ള ഈ ഒരു എഗെയിൻ സപ്പോർട്ടിലേക്ക് പോയി ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു കൺസേണിങ് ആണ്. ഒന്നുകിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന റേഞ്ചിൽ നിന്ന് സ്ലോലി ഗെയിൻ ചെയ്ത്, ഇപ്പോഴത്തെ ട്രെൻഡ് കംപ്ലീറ്റ്ലി, ഇപ്പോഴത്തെ മാർക്കറ്റിലെ ട്രേഡ്സ് കംപ്ലീറ്റ്ലി ഇങ്ങനെയാണ്, സ്കാൽപ്പറിന് അനുകൂലമല്ല, അതൊരു ഇൻട്രാഡേ ട്രേഡറിന് അനുകൂലമാണ്. വളരെ സ്ലോലി സമയം എടുത്ത് വളരെ സ്ലോ ആയിട്ട് കയറി പോവുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ തിരിച്ചിവിടെ വരുവാണെങ്കിലും ഇന്ന് എക്സ്പയറി ആണ് എന്നുള്ളത് കാരണം പ്രീമിയത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം നമുക്ക് കിട്ടണമെന്നില്ല. സോ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇഫ് യു ആർ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം, ഞാൻ അറിയേണ്ട ആവശ്യമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യരുത്. മാർക്കറ്റ് വളരെ സ്ലോലി കയറി വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൺസേണിങ് ഫാക്ടർ വരണ്ട. അതൊരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധർ ചെയ്യാന്നുള്ളതാണ്. ഇല്ല, ഈ ലെവൽസ് ബ്രേക്ക് ചെയ്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 940 കഴിഞ്ഞ് 920, 900 റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. 880 ആണ് അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ട്രേഡിനെ കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. സോ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിൽക്കുമായിരുന്നു. ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത ബാങ്ക് നിഫ്റ്റിയും IT സെക്ടറും ആയിരിക്കും. സോ ഈ ചാർട്ട്സ് ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്ത് വച്ചിരിക്കുക. സോ വേറെ ഇനി എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ക്രൂഡ് ഓയിൽ വളരെ കംഫർട്ടബിളി ഒരു സൈഡ് വേസ് മൊമെൻറ്റത്തിൽ തന്നെയാണ് നിന്നത്. ലാസ്റ്റ് ക്യാൻഡിൽ ഒരു സെല്ലിങ് വന്നിട്ടുണ്ടോ? ഓക്കെ, ഞാനിത് കൺഫേം ചെയ്തിട്ട് ഞാൻ നമ്മുടെ ചാർട്ടിൽ ഇട്ടിരിക്കാം. സോ ഇങ്ങനൊരു ട്രെൻഡാണ് നിന്നത്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കുക. ഈ ട്രെൻഡിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്യാം. സോ വെയിറ്റ് ചെയ്യുക. നല്ല ട്രേഡ്സ്. ICICI ബാങ്ക് ഒരു 1384 മേളിലാണ് അവിടെ നല്ലൊരു ട്രേഡ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. SLും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഐഡിയ ആണ്, നിങ്ങളുടെ അനാലിസിസ് നോക്കിയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുക. മാർക്കറ്റ് 26,000 മേളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇന്നലെ വന്നു, പക്ഷെ രാവിലെ ഞാൻ ഒരു സെറ്റ് ഓഫ് 5 സ്റ്റോക്സ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഓപ്പൺ ചെയ്താൽ വീണ്ടും താഴെയാണ്. നോക്കാം, നമുക്ക് ഇന്ന് ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങിലോട്ട് പോവാം. സോ എടുക്കുന്ന റൈറ്റ് മൊമെൻ്റ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ മൊമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മടുപ്പുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ഡ്രാപ്പ് ആവാൻ പാടില്ല എന്നുള്ളത് കാരണമാണ് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് തന്നെ എടുക്കുന്നത്. ഏറ്റവും കംഫർട്ടബിളായിട്ട് കഴിഞ്ഞ 2 പ്രാവശ്യവും നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഈ യൂട്യൂബ് വീഡിയോ ഇടാൻ തുടങ്ങിയ ശേഷം 2 പ്രാവശ്യം ഞാനവിടെ ഈ സ്വിംഗ് സ്റ്റോക്സ് ഇട്ടിട്ടുണ്ട്. ആ 2 സ്റ്റോക്കും അതിനുശേഷം മാർക്കറ്റ് ഒരു 500 പോയിന്റ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമ്മുടെ സ്റ്റോക്കിലും ഒരു 5 to 10% പല സ്റ്റോക്സിലും മൂവ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സേഫർ മാർക്കറ്റിനകത്ത് എൻട്രി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും ചെറുതായിട്ട് ഇന്ന് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ട്. 26,000 മേളിൽ വന്നു കഴിഞ്ഞാൽ അതിന് ട്രെൻഡ് സ്റ്റിൽ ഈ ഒരു മേളിലേക്കുള്ള ഒരു ട്രെൻഡിങ് ഒരു സെറ്റപ്പിലേക്ക് തന്നെ വീണ്ടും വരും. ഈ ഒരു ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവ് ആവുകയും നമുക്ക് അതിൻ്റെ കൂടെ പോവുകയും ചെയ്യാം എന്നുള്ളതാണ്. സോ എൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാലേ ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പും ആ ഒരു സേഫർനെസ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.